നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ 10 വയസ്സുകാരൻ പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ചികിത്സ തേടിയെത്തിയപ്പോൾ 2 മണിക്കൂറോളം ചികിത്സ നിഷേധിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഗൗരവമേറിയ ഒരു വിഷയത്തെ അതിലാഘവത്തോടെയാണ് ആശുപത്രി അധികൃതർ കണ്ടത്. തുടർന്ന് കുട്ടി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയതോടെ വെന്റിലേറ്റർ സൗകര്യത്തോടെ SIT മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനെ തുടർന്ന് BJP പ്രവർത്തകർ ആശുപത്രിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി സമരം നടത്തുകയുണ്ടായി. പിന്നീട് സ്ഥലം DYSPയും സർക്കിൾ ഇൻസ്പെക്ടറും വന്ന് BJP പ്രവർത്തകരോട് സംസാരിച്ചതിനു ശേഷമാണ് ഇവർ സമരം അവസാനിപ്പിച്ചത്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. 10 വയസ്സുകാരനായിട്ടുള്ള ആഷിഖ് എന്നൊരു വിദ്യാർത്ഥി, ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് വരികയും അതിന് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം. 2-2.5 മണിക്കൂർ ഇവിടെ ഒരു ചികിത്സയും നൽകാതെ ആ കുട്ടിയെ ഇവിടെ പുറത്ത് ലാബിലേക്ക്, ഇവിടെ ലാബില്ലാഞ്ഞിട്ട് പുറത്ത് ലാബിലേക്ക് അയച്ച് ആ കുട്ടിയെ 2.5 മണിക്കൂർ കിടത്തുകയും വളരെ ഒരു ഗൗരവം നൽകാതെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരെ ഇവിടെ കിടത്തുകയും കുട്ടിയുടെ നില ഗുരുതരമാകുന്ന അറിഞ്ഞുകൊണ്ട് വീട്ടുകാർ ആംബുലൻസ് വിളിക്കുകയും ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെയ്തു. അപ്പോഴത്തേക്ക് കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലായി. അവിടുന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് കുട്ടിയെ SIT മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. ഇന്നലെ രാത്രി BJPയുടെ പ്രവർത്തകർ ഞങ്ങൾ അറിഞ്ഞെത്തുകയും അർദ്ധരാത്രി 12 മണി വരെ ശക്തമായ പ്രതിഷേധങ്ങൾ, നടപടി ആവശ്യപ്പെട്ടും ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം പ്രാർത്ഥനയും, ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന ശക്തമായ പ്രാർത്ഥനയുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി DYSP നന്ദകുമാർ സാറും സർക്കിൾ ഇൻസ്പെക്ടർ ബിജു അദ്ദേഹവും വന്ന് നമ്മളെ രാവിലെ നമുക്ക് നമ്മുടെ തീരുമാനം എന്താണ് സംഭവിച്ചത് വ്യക്തമായി അറിഞ്ഞ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് രാത്രി BJP സമരം അവസാനിപ്പിച്ചത്. അപ്പോൾ രാവിലെ DYSP അദ്ദേഹം വിളിക്കുകയും നമ്മളിവിടെ എത്തുകയും, അപ്പോൾ നമ്മൾ ഇന്ന് സൂപ്രണ്ട് ഇന്ന് ലീവാണ്. അവർ ഇത്രയും നിരുത്തരവാദപരമായി സംസാരിച്ച സൂപ്രണ്ട് അവർ ഒളിച്ചു കളിക്കുകയാണ്, അവർ രംഗത്ത് വരാൻ ഭയപ്പെടുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഈ ഹോസ്പിറ്റലിൽ ഇല്ല, RMO ഇല്ല. അപ്പോൾ ഒരു ഡോക്ടറാണ് ഇന്ന് മറുപടി പറഞ്ഞത്. ഞങ്ങൾ ആ മറുപടി തൃപ്തരല്ല. ഞങ്ങൾ DYSPയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വ്യക്തമായി ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാതെ ഈ വിഷയം ഞങ്ങൾ അവസാനിപ്പിക്കത്തില്ല. കുട്ടിയുടെ നില നേരിയ പുരോഗതി ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. എല്ലാവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കുട്ടിക്ക് ജീവൻ്റെ തുടിപ്പ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ DYSP അദ്ദേഹം സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് ചികിത്സിച്ച ഡോക്ടർ, ഈ അനാസ്ഥ കാണിച്ചിട്ടുള്ള ആ സ്ത്രീ, മഹിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഡോക്ടർ, അവരുടെ വീഴ്ച കൊണ്ട് ഒരു കുട്ടിക്കുണ്ടായ ദുരന്തം വളരെ വലുതാണ്. ജീവൻ തിരിച്ചു കിട്ടുമെങ്കിലും അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഡോക്ടർമാരോട് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്ത ദിവസം തന്നെ സൂപ്രണ്ടും ചികിത്സിച്ച ഡോക്ടറും ഒരു ചർച്ച നടത്തിയത്. ഇപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവർ ഡോക്ടർമാർ പലതും പറയുന്നത്. അവരുടെ മിസ്റ്റേക്ക് അല്ല, ഇത് ടെസ്റ്റ് ചെയ്ത് ലാബിൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതരത്തിലുള്ള അവ്യക്തമായിട്ടുള്ള മറുപടികളാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടണം. അല്ലെങ്കിൽ നാളെ ഞങ്ങൾ സൂപ്രണ്ടും ചികിത്സ ഡോക്ടറുമായി 2 സ്ത്രീ ഡോക്ടറുമായി ചർച്ച ചെയ്ത് പോലീസ് DYSPയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഇത് വ്യക്തമായ കാര്യങ്ങൾ അറിയുന്നത് വരെ നമ്മളിത് പ്രതിഷേധം ആരംഭിക്കുന്ന അറിയിക്കുന്നു. അതുകൊണ്ട് നാളെ ഒരു ദിവസം വ്യക്തമായ ഇതിനൊക്കെ സംഭവിച്ച കാരണം അപ്പോഴത്തേക്ക് കുട്ടിയുടെ വീട്ടുകാരൊക്കെ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. കുട്ടിയുടെ നില പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതാ ഞങ്ങൾ ആലോചിച്ചിട്ട് ശക്തമായ പ്രതിഷേധം, ഒരു ബഹുജന പ്രക്ഷോഭം. ഇവിടുത്തെ ഒരുപാട് അനാസ്ഥകളുണ്ട്. ആശുപത്രി നിരന്തരം ഇതുപോലുള്ള കൊലപാതകങ്ങൾ, മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആശുപത്രിയിൽ ഒരാൾ, മന്ത്രി ബാലഗോപാലിന്റെ മണ്ഡലത്തിലുള്ള ആശുപത്രി, അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ വിഷയം ഉണ്ടായിട്ട് ഒരു ബന്ധപ്പെടിയിൽ പോലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നഗരസഭയുടെ കീഴിലുള്ള ആശുപത്രിയായിട്ടും നഗരസഭയുടെ ചെയർമാൻ എന്ന് പറയുന്ന കാബാലികന്മാർ, ഉമാരൊക്കെ ആരോഗ്യ ശാന്തി കമ്മിറ്റി ചെയർമാൻ ജേക്കബ് വർഗീസ്, ചെയർമാൻ SR രമേശ് അടക്കമുള്ള വിവിധ സംഘടനാ നേതാക്കന്മാർ, ഒരു സംഘടനാ നേതാക്കന്മാരും ഈ പറയുന്ന പൊതുപ്രവർത്തകരാവട്ടെ BJP ഒരു സംഘടനകൾ ഇവിടെ വന്നിട്ടില്ല. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. അവര് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് നഗരസഭ അധികൃതർ സ്വീകരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം. ഇനി ഒരു കുട്ടിക്കും ഒരാൾക്കും ആശുപത്രി ഇത്രത്തോളം ദുരന്തഗതി ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ പാർട്ടി മണ്ഡലം യോഗം തീരുമാനിക്കുകയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനുള്ള വ്യക്തമായ കാരണങ്ങൾ അറിയുന്നതോടൊപ്പം വ്യക്തമായ സമയങ്ങൾ ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കുമെന്ന് മാത്രം അറിയിക്കുന്നു.